ജൂൺ 23, 1985. ഐറിഷ് തീരത്ത് നിന്നും 200 മൈൽ അകലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 182 അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ പറക്കുന്നു. അയർലൻഡിലെ ഷാനിൻ എയർ ട്രാഫിക് കൺട്രോൾ. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ഇതാ അപ്രത്യക്ഷമായിരിക്കുന്നു. ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ സായുധരായ ഖാലിസ്ഥാൻ തീവ്രവാദികൾ പഞ്ചാബിലെ സുവർണക്ഷേത്രം കൈയടക്കുന്നു. 1984 സിഖുകാരുടെ ഈ പുണ്യക്ഷേത്രത്തിൽ നിന്ന് ഭീകരരെ തുരത്തുവാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന പേരിലുള്ള ഒരു പട്ടാള ദൗത്യത്തിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉത്തരവിടുന്നു. ലോകമെമ്പാടുമുള്ള സിഖ് സമുദായം ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു പ്രത്യേക രാജ്യം എന്ന ആവശ്യത്തിന് ശക്തിയേറുന്നു. 1984 ഒക്ടോബർ 31 തന്റെ അംഗരക്ഷകരായ 2 സിഖ് വംശജരാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നു. ഇതിന് പ്രതികാരമായി ചില കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ ആഹ്വാനമനുസരിച്ച് ഇന്ത്യയിൽ സിഖ് വിരുദ്ധ കലാപം അരങ്ങേറുന്നു. അതിൽ ആയിരക്കണക്കിന് സിഖുകാർ വധിക്കപ്പെടുന്നു. ഇതിനെതിരെ വൻതോതിലുള്ള പ്രതിഷേധം ലോകമെമ്പാടും പൊട്ടിപ്പുറപ്പെടുന്നു. ഇത് വീണ്ടും ഖാലിസ്ഥാൻ പ്രക്ഷോഭത്തെ ശക്തിപ്പെടുത്തുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ സിഖ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ കാനഡ ഈ പ്രതിഷേധങ്ങളുടെ ശക്തി കേന്ദ്രമായി മാറുന്നു. കാനഡ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബബർ കൽസ എന്ന തീവ്രവാദ സംഘടന ഇന്ത്യയിലെ സിഖ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്യുവാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രതീകമായ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ടാർഗറ്റ് ചെയ്യുവാൻ ബബർ കൽസ നേതാവ് തൽവീന്ദർ സിംഗ് പർമാർ തീരുമാനിക്കുന്നു. 1985 ജൂൺ 4 ഓട്ടോ മെക്കാനിക്കും ഇലക്ട്രീഷ്യനുമായ ഇന്ദർജീത് സിംഗ് റയാത്തിനെ തൽവീന്ദർ സന്ദർശിക്കുന്നു. റയാത്ത് നിർമ്മിച്ച ഡമ്മി ബോംബിന്റെ പ്രവർത്തനം കണ്ട് തൃപ്തനായ തൽവീന്ദർ ശരിക്കുമുള്ള ബോംബുകൾ നിർമ്മിക്കുവാൻ റയാത്തിന് നിർദ്ദേശം കൊടുക്കുന്നു. തന്റെ സ്ഥലത്തെ മരക്കുറ്റികൾ നീക്കം ചെയ്യുവാൻ എന്ന് ധരിപ്പിച്ച് ഒരു ക്വാറി ഉടമയിൽ നിന്നും റയാത്ത് കുറെ ഡൈനാമൈറ്റ് സ്റ്റിക്കുകൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ അടുത്തുള്ള കടയിൽ നിന്നും ബ്ലാസ്റ്റിംഗ് ക്യാപ്പുകൾ, ടൈമറുകൾ, ബസറുകൾ, ഇലക്ട്രിക് റിലേകൾ, വെടിമരുന്ന്, 12 വോൾട്ട് ബാറ്ററികൾ, സാനിയോ ടേപ്പ് റെക്കോർഡർ മുതലായവയും റയാത്ത് വാങ്ങിക്കൂട്ടുന്നു. 1985 ജൂൺ 20 കാനഡയിലെ ടൊറന്റോ എയർപോർട്ടിൽ നിന്നും ജപ്പാനിലെ നരിത എയർപോർട്ടിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന CP എയർ വിമാനങ്ങളിൽ ഓരോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെടുന്നു. ജൂൺ 22 അതിരാവിലെ 2 ബോംബുകൾ സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കഴിഞ്ഞു. രാവിലെ 8:55 കാനഡയിലെ വാൻകൂവർ എയർപോർട്ട്. സിംഗ് എന്ന പേരുള്ള ഒരാൾ ബ്രൗൺ കളറിലുള്ള ഒരു സാംസണൈറ്റ് സ്യൂട്ട് കേസുമായി CP എയറിന്റെ ചെക്ക് ഇൻ കൗണ്ടറിനെ സമീപിക്കുന്നു. ടൊറന്റോയിലേക്ക് 9:18 പുറപ്പെടുന്ന CP എയർ ഫ്ലൈറ്റിന് അദ്ദേഹം ചെക്ക് ഇൻ ചെയ്യുന്നു. എന്നാൽ ടൊറന്റോയിൽ നിന്ന് മുംബൈയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ തന്റെ ബാഗേജ് ത്രൂ ചെക്ക് ഇൻ ചെയ്യുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. പക്ഷേ സിംഗിന്റെ ടൊറന്റോ മുംബൈ സീറ്റ് കൺഫേം അല്ലാത്തതിനാൽ ചെക്ക് ഇൻ സ്റ്റാഫ് ആ അപേക്ഷ നിരസിക്കുന്നു. സിംഗ് ടൊറന്റോയിൽ എത്തിയ ശേഷം ഒരിക്കൽ കൂടി തന്റെ ബാഗ് മുംബൈയിലേക്ക് ചെക്ക് ഇൻ ചെയ്യണമെന്ന കണ്ടീഷനിൽ അവൾ ആ ബാഗേജ് മുംബൈയിലേക്ക് ത്രൂ ചെക്ക് ഇൻ ചെയ്യുകയാണ്. 9:18 CP എയർ ഫ്ലൈറ്റ് 060
വാൻകൂവർ എയർപോർട്ടിൽ നിന്നും ടൊറന്റോയിലേക്ക് പുറപ്പെടുന്നു. പക്ഷേ തന്റെ ബാഗ് ത്രൂ ചെക്ക് ഇൻ ചെയ്ത എം സിംഗ് ആ വിമാനത്തിൽ കയറുന്നില്ല. ഉച്ചകഴിഞ്ഞ് 1:22 ടോക്കിയോയിലെ നരിത എയർപോർട്ടിലേക്ക് പുറപ്പെടുന്ന CP-Airന്റെ 003 എന്ന ഫ്ലൈറ്റിൽ ഒരു മിസ്റ്റർ എൽ സിംഗ് ചെക്ക് ഇൻ ചെയ്യുകയാണ്. നരിത എയർപോർട്ടിൽ നിന്നും എയർ ഇന്ത്യ ഫ്ലൈറ്റ് 301ൽ ബാങ്കോക്കിലേക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ചെക്ക് ഇൻ ബാഗേജ് അദ്ദേഹത്തിനുണ്ട്. മിസ്റ്റർ എൽ സിംഗ് കയറാത്ത CP-Air ഫ്ലൈറ്റ് 003 അദ്ദേഹത്തിന്റെ ചെക്ക് ഇൻ ബാഗുമായി വാൻകൂവറിൽ നിന്നും ഉച്ചകഴിഞ്ഞ് 1:37 നരിത എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നു. വൈകുന്നേരം 4:22 CP-Air ഫ്ലൈറ്റ് 060 ടൊറന്റോയിൽ എത്തിച്ചേരുന്നു. എം സിംഗിൻ്റേത് ഉൾപ്പെടെയുള്ള എല്ലാ ത്രൂ ചെക്ക് ഇൻ ബാഗുകളും എയർ ഇന്ത്യ ഫ്ലൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. എയർ ഇന്ത്യ ഫ്ലൈറ്റ് പുറപ്പെടാൻ തയ്യാറെടുക്കുമ്പോൾ ടൊറന്റോ എയർപോർട്ടിലെ ബാഗേജ് ഏരിയ ബാഗേജിൻ്റെ സ്ക്രീനിങ്, സോർട്ടിംഗ്, ലോഡിംഗ് ഇവയുടെ തിരക്കിലാണ്. ഈ തിരക്കിൻ്റെ മൂർധന്യാവസ്ഥയിൽ ബാഗേജ് എക്സ്റേ മെഷീൻ പൊടുന്നനെ തകരാറിലാവുകയും ബാഗേജിൻ്റെ പ്രോസസ്സിംഗ് നിശ്ചലമാവുകയും ചെയ്യുന്നു. ബാഗിനുള്ളിലെ സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന എക്സ്പ്ലോസീവ് സ്നിഫേഴ്സ് എന്നുള്ള മെഷീനുമായി എയർ ഇന്ത്യ സെക്യൂരിറ്റി മാനേജർ ഉടൻ തന്നെ സ്ഥലത്തെത്തിച്ചേരുന്നു. ഈ സ്നിഫർ മെഷീൻ ഉപയോഗിച്ച് ബാഗ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. എം സിംഗിന്റെ ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ സ്നിഫർ ബീപ്പ് ചെയ്യുന്നു. പക്ഷേ ആ ബീപ്പിന്റെ വോളിയം വളരെ കുറവായതിനാൽ ആ അലാം അവഗണിക്കപ്പെടുന്നു. അങ്ങനെ ആ ബാഗ് സെക്യൂരിറ്റിക്ക് കടന്നു പോകുന്നു. എയർ ഇന്ത്യ വിമാനത്തിന്റെ ബോർഡിംഗ് ആരംഭിക്കുന്നു. വൈകുന്നേരം 8:15 1 മണിക്കൂർ 40 മിനിറ്റിൻ്റെ ഡിലേക്ക് ശേഷം എംപറർ കനിഷ്ക എന്ന പേരിലുള്ള എയർ ഇന്ത്യ ജംബോ ജെറ്റ് ടൊറന്റോ എയർപോർട്ടിൽ നിന്നും അതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ഓവറായ മോൺട്രിയലിലെ മിരബൽ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നു. മോൺട്രിയലിലെ ട്രാൻസിറ്റ് സ്റ്റോപ്പിന് ശേഷം എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 ഇന്ത്യയിലേക്ക് പറക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ അടുത്ത സ്റ്റോപ്പായ ലണ്ടനിലേക്ക് പുറപ്പെടുന്നു. ഇപ്പോൾ വിമാനത്തിൽ 307 യാത്രക്കാരും 22 ജോലിക്കാരുമുണ്ട്. മിക്ക യാത്രക്കാരും ഇന്ത്യയിലുള്ള തങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാൻ പോകുന്നവരാണ്. 1985 ജൂൺ 23 രാവിലെ 6:19 ടോക്കിയോയിലെ നരിത എയർപോർട്ടിൽ ആദ്യത്തെ ബോംബ് പൊട്ടിത്തെറിച്ച് 2 ബാഗേജ് ലോഡർമാർ കൊല്ലപ്പെടുന്നു. രാവിലെ 7 മണി കഴിഞ്ഞ് 9 അയർലൻഡിലെ ഷാനൻ ATCയുടെ പരിധിയിൽ പ്രവേശിക്കുമ്പോൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്രൂ വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ആക്ടിവേറ്റ് ചെയ്യുന്നു.
7 മണി കഴിഞ്ഞ് 14 എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റ് ഇപ്പോൾ 36,000 അടി ഉയരത്തിൽ ലണ്ടനിലേക്ക് പറക്കുകയാണ്. Air India 182 Shannon. Air India 182 Shannon, do you read? ഒരു അപകട മുന്നറിയിപ്പ് പോലുമില്ലാതെ ഇതാ എയർ ഇന്ത്യ വിമാനം പൊടുന്നനെ റഡാർ സ്ക്രീനുകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ATCയുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഫ്ലൈറ്റ് കണ്ടെത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ വിമാനം ഛിന്നഭിന്നമായി പോവുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അയർലൻഡിലെ കോർക്ക് ഐലൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 120 മൈൽ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അഗാധതയിൽ 6,700 അടി ആഴത്തിൽ വിമാനാവശിഷ്ടങ്ങൾ അടിഞ്ഞു ചേർന്നു. It's one of the worst air disasters ever, and it's taken more Canadian lives than any other crash in history. Air India Flight 182 simply disappeared from radar screens off the coast of Ireland. On board were 329 people. More than 280 of them were Canadians. At least 86 of the passengers were children. It is almost certain that no one survived. Was there a link between that and the bomb which exploded at Narita Airport in Japan at around the same time yesterday morning? There is still They can only answer that. speculation. They'll be on their The way. flight recorder hasn't been found. The bodies which have been recovered so far have Suddenly been it injured. disappeared but from they've air shown traffic signs control of radar screens. It is now suspected, though not confirmed, that a bomb blew the plane apart. നരിത എയർപോർട്ട് സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഒരു സാന്യോ ടേപ്പ് റെക്കോർഡറിലാണ് ആ ബോംബ് ഒളിപ്പിച്ചിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അതിന്റെ സീരിയൽ നമ്പറിൽ നിന്നും കാനഡയിലെ വാൻകൂവറിൽ വിൽക്കപ്പെട്ട ഒന്നാണതെന്ന് മനസ്സിലാക്കപ്പെടുന്നു. ബോംബിന്റെ ടൈമറായി പ്രവർത്തിച്ചത് ഒരു അലാം ക്ലോക്ക് ആയിരുന്നു. അത്യുഗ്ര ശേഷിയുള്ള ഡൈനാമൈറ്റ് സ്റ്റിക്കുകളെ 12 വോൾട്ട് ബാറ്ററിയുടെ സഹായത്തോടെ ഒരു ബ്ലാസ്റ്റിക് ക്യാപ്പുമായി ബന്ധിപ്പിച്ചിരുന്നു. ഈ ഐറ്റങ്ങളെല്ലാം തന്നെ ഇന്ദർജീത് സിംഗ് റയാത്തിന്റെ ഷോപ്പിംഗ് ലിസ്റ്റുമായി നന്നായി മാച്ചായതിനാൽ അയാൾ ഉടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 2 പതിറ്റാണ്ട് നീണ്ട അന്വേഷണം അവിടെ ആരംഭിക്കുകയായിരുന്നു. വിചാരണയ്ക്ക് മുമ്പേ തന്നെ ജോഹാൽ ഒരു സ്ട്രോക്ക് വന്ന് മരിച്ചുപോയി. തന്റെ ഖാലിസ്ഥാൻ പോരാട്ടം തുടരുവാൻ പർമാർ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. 1999 ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പിടിയിലകപ്പെട്ട ഇയാൾ വിശദമായി ചോദ്യം ചെയ്യപ്പെടുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തു. 2000 ആണ്ടിൽ മാലിക്കിനും ബാഗ്രിക്കും 331 പേരുടെ കൊലപാതകത്തിന് കുറ്റപത്രം നൽകപ്പെട്ടു. എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടേക്കപ്പെടുകയും ചെയ്തു. ഇന്ദർജിത് സിംഗ് റയാത്ത് മാത്രമാണ് എയർ ഇന്ത്യ ബോംബിംഗിൽ ശിക്ഷിക്കപ്പെട്ട ഏക വ്യക്തി. 2 ബോംബുകളും താനാണ് നിർമ്മിച്ചതെന്ന് സമ്മതിച്ച അയാൾ നരഹത്യയ്ക്ക് 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 182 വിക്ടിംസിന്റെ ഓർമ്മയ്ക്കായി ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു.